നമസ്കാരം, തേടേ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം വീണ്ടും പൊതുചർച്ചകളുടെ കേന്ദ്രമായി മാറുകയാണ്. ദേശീയത, സ്വാതന്ത്ര്യ സമരം, മതേതരത്വം, ഭരണഘടനാ മൂല്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ചർച്ചയുടെ എല്ലാം അടിസ്ഥാനം. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യൻ ജനതയിൽ രാജഭക്തി വളർത്തുന്നതിനായി ബ്രിട്ടീഷ് രാജവാഴ്ചയെ സ്തുതിക്കുന്ന രീതികൾ പ്രോത്സാഹിപ്പിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി വന്ദേമാതരം രചിക്കുന്നത്. മാതൃഭൂമിയോടുള്ള ആരാധനയും ദേശീയ ആത്മാഭിമാനവും ഉയർത്തിപ്പിടിച്ച ഈ ഗാനം വളരെ വേഗം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രതീകമായി മാറി. 1896 നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊൽക്കത്ത സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോർ വന്ദേമാതരം ആലപിച്ചതോടെ ഗാനത്തിന് ദേശീയ അംഗീകാരം കൂടുതൽ ശക്തമായി ലഭിച്ചു. പിന്നീട് സ്വാതന്ത്ര്യ സമരത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഈ ഗാനം പോരാട്ട വീര്യത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകമായി മാറി. മഹാത്മാഗാന്ധി ഈ ഗാനത്തെ ത്യാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട ഗാനമെന്ന് വിശേഷിപ്പിച്ചതും അതിന്റെ ചരിത്ര പ്രാധാന്യം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ വന്ദേമാതരത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ അതിന്റെ ചരിത്രപരമായ പങ്കിനെ കുറിച്ചല്ല, മറിച്ച് അതിന്റെ പൂർണ്ണ രൂപത്തെക്കുറിച്ചാണ്. ആദ്യമായി രചിക്കപ്പെട്ട ആദ്യ 2 പദ്യങ്ങളിൽ മാതൃഭൂമിയുടെ പ്രകൃതി സൗന്ദര്യവും സമൃദ്ധിയും മാത്രമാണ് പ്രധാനമായും പ്രതിപാദിക്കുന്നത്. എന്നാൽ പിന്നീട് ആനന്ദമഠം എന്ന നോവലിലൂടെ പ്രസിദ്ധീകരിക്കപ്പെട്ട തുടർഭാഗങ്ങളിൽ മാതൃഭൂമിയെ ദേവീ സങ്കല്പമായി ബന്ധപ്പെടുത്തുന്ന വരികൾ ഉൾപ്പെടുന്നുണ്ട്. ദുർഗ, ലക്ഷ്മി, സരസ്വതി തുടങ്ങി ഹിന്ദു ദേവതകളുടെ പ്രതീകങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഇതോടെയാണ് മതേതരത്വവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർന്നു വരുന്നത്. ഹിന്ദു ഇതര മതവിഭാഗങ്ങൾക്ക് അവരുടെ വിശ്വാസ പ്രമാണങ്ങളോട് പൊരുത്തപ്പെടുവാനാകാത്ത ദൈവസങ്കല്പങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗങ്ങൾ ആലപിക്കുവാൻ നിർബന്ധിതരാകേണ്ട സാഹചര്യം ഉണ്ടാകരുത് എന്ന വാദം ശക്തമായി മുമ്പോട്ടേക്ക് വന്നു. ഈ പശ്ചാത്തലത്തിലാണ് ടാഗോർ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ ദേശീയ ഐക്യത്തിന് അനുയോജ്യമായ ആദ്യ 2 പദ്യങ്ങൾ മാത്രം ഔദ്യോഗികമായി സ്വീകരിക്കണമെന്ന നിലപാട് സ്വീകരിച്ചത്. ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, ഗാന്ധിജി തുടങ്ങിയ നേതാക്കളും ഈ സമീപനത്തെ പിന്തുണച്ചു. തുടർന്ന് ഭരണഘടനാ അസംബ്ലി ദേശീയ ഗീതമായി വന്ദേമാതരത്തിന്റെ ആദ്യ 2 ചരണങ്ങൾക്ക് മാത്രമാണ് അംഗീകാരം നൽകിയത്. അതേസമയം ജനഗണമന ദേശീയ ഗാനമായി സ്വീകരിക്കപ്പെട്ടു. ഇന്നുയരുന്ന പ്രധാന ചോദ്യം ഇതാണ്: ദേശീയ ഗീതത്തിന്റെ ഭാഗമായി ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട 2 ചരണങ്ങൾക്കപ്പുറം മുഴുവൻ ഗാനം എല്ലാവരും ആലപിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ദേശീയ ഐക്യം ശക്തിപ്പെടുത്തുമോ അതോ മതപരമായ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കുമോ എന്നത്. ഒരു ബഹുസ്വര ജനാധിപത്യ രാജ്യത്തിൽ ദേശീയ ചിഹ്നങ്ങൾ എല്ലാവർക്കും ഉൾക്കൊള്ളാനാകുന്നതായിരിക്കണം എന്നതാണ് ഭരണഘടനയുടെ ആത്മാവ്. വന്ദേമാതരത്തിന്റെ ചരിത്രമൂല്യത്തെ ആരാധിക്കുമ്പോഴും അതിന്റെ പൂർണ്ണരൂപം ആലപിക്കണമെന്ന് നിർബന്ധിക്കുന്ന സമീപനം മതസ്വാതന്ത്ര്യത്തിന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും ചോദ്യങ്ങൾ ഉയർത്തുന്നു എന്നതാണ് വിമർശകർ പറയുന്നത്.